വെൽക്കം ടു മൂവി ബ്രാൻഡ്. ദിലീപിനൊപ്പം തന്നെ മിമിക്രിയിലൂടെ എത്തി ഇന്ന് മലയാള സിനിമയിൽ സംവിധായകനായും നടനായും ഗായകനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് നാദിർ ഷാ. നടൻ, സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ എന്നീ നിലകളിലെല്ലാം വളരെ പേരുകേട്ട പ്രശസ്ത വ്യക്തി കൂടിയാണ് നാദിർ ഷാ. ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നടനും സംവിധായകനുമായ നാദിർ ഷാ. തനിക്ക് ദിലീപ് സഹോദര തുല്യനാണെന്ന് പല അഭിമുഖങ്ങളിലും നാദിർ ഷാ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായ സമയത്തും സുഹൃത്തെന്ന നിലയിൽ ദിലീപിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചയാൾ ആണ് നാദിർ ഷാ. കേസിൽ നാദിർ ഷായും സാക്ഷിയായിരുന്നു. ഇപ്പോഴത്തെ കേസിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും പ്രതികരിക്കുകയാണ് താരം. ഒരു അഭിമുഖത്തിലാണ് പ്രതികരണം. ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരുന്നത് എപ്പോഴായിരിക്കുമെന്ന ചോദ്യത്തിന് അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസം എന്നായിരുന്നു നാദിർ ഷാ പ്രതികരിച്ചത്. ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരിക്കുന്നത്. ആ ദിവസത്തിന് വേണ്ടി അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നമുക്കറിയാലോ ആളുകൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന്. 110% അവൻ നിരപരാധിയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം, അതിനാണ് ഞാനും അവന്റെ കുടുംബവുമെല്ലാം കാത്തിരിക്കുന്നത് എന്ന് നാദിർ ഷാ പറഞ്ഞു. നടി കേസിൽ നിരവധി തവണ നാദിർ ഷായെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. നാദിർ ഷാ തനിക്ക് പണം നൽകിയതായി കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് 25,000 രൂപ നൽകിയെന്നായിരുന്നു സുനി പോലീസിന് നൽകിയ മൊഴി. അതിനിടെ അഭിമുഖത്തിൽ തന്റെ കുടുംബത്തെക്കുറിച്ചും നാദിർ ഷാ വാചാലനായി. ഭാര്യയും മക്കളും വീട്ടിലില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ തന്നെ തനിക്ക് ഇഷ്ടമല്ലെന്നും നാദിർ ഷാ പറഞ്ഞു. ഭാര്യ വീട്ടിലില്ലെങ്കിൽ നിനക്കിന്ന് ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ ഇല്ലാത്തത് കൊണ്ട് അവനിന്ന് അർമാദിക്കും എന്ന് പറയുന്നവരുമുണ്ട്. ഞാനപ്പോൾ ആലോചിക്കാറുണ്ട്, ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല. കാരണം ഡോർ തുറക്കുമ്പോൾ മക്കളെയും ഭാര്യയും സ്ഥിരം കാണുന്നതാണ്. അവരില്ലെങ്കിൽ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും നാദിർ ഷാ വ്യക്തമാക്കി. ഷാഹിന എന്നാണ് നാദിർ ഷായുടെ ഭാര്യയുടെ പേര്. ആയിഷ നാദിർ ഷാ, ഖദീജ നാദിർ ഷാ എന്നിവയാണ് നാദിർ ഷായുടെ മക്കൾ. മുൻപൊരിക്കൽ തന്റെ വിവാഹ തീയതി മറന്നുപോയ സംഭവത്തെക്കുറിച്ച് നാദിർ ഷാ സംസാരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 12-നായിരുന്നു വിവാഹം. കല്യാണം ഉറപ്പിച്ച ശേഷം ഒരാൾ വിളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്തു. വിവാഹമാണെന്ന് ഓർക്കാതെ ഏപ്രിൽ 12-ന് ബുക്ക് ചെയ്തു. എഗ്രിമെന്റ് എഴുതി. എന്നാൽ ആ ഡേറ്റിൽ എന്തോ സംഭവമുണ്ടെന്ന് മനസ്സിൽ തോന്നി. അപ്പോഴും വിവാഹമാണെന്ന് ഓർക്കുന്നില്ല. തീയതി തന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഉടനെ അനിയനെ വിളിച്ച് ഏപ്രിൽ 12-ന് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് തമാശ പറയുകയാണോ എന്നാണ് അവൻ ചോദിച്ചത്. ഇക്കാക്കയുടെ കല്യാണമല്ലേ അന്ന് എന്നവൻ ചോദിച്ചപ്പോഴാണ് വിവാഹ കാര്യം ഓർമ്മ വന്നത്. ഇതോടെ ആ പ്രോഗ്രാമിന്റെ ഡേറ്റ് മാറ്റുകയായിരുന്നു എന്നും അന്ന് നാദിർ ഷാ ഓർത്തു. ഞാനൊരു ഗായകനാകുമെന്നായിരുന്നു വീട്ടുകാരുടെ വിശ്വാസം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത്. ഒരിക്കൽ അതിൻ്റെ റിഹേഴ്സൽ കാണാൻ പോയി ഞാൻ ഒരു മിമിക്രിക്കാരൻ ആയി മാറുകയായിരുന്നു. കുട്ടിക്കാലം അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബാപ്പയ്ക്ക് ഉള്ള പോലെ ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. മൂത്ത ആളായതുകൊണ്ട് ഉത്തരവാദിത്വം കൂടി കാരണം എൻ്റെ 16-ാം വയസ്സിൽ ആണ് ബാപ്പ മരണപ്പെടുന്നത്. അതോടെ പിന്നെ ഞാൻ മിമിക്രി രംഗത്ത് സജീവമായി. 110 രൂപയായിരുന്നു വരുമാനം. സിനിമയിൽ വന്നതിന് ശേഷമാണ് അത് 250 രൂപയായി മാറുന്നത്. ബാപ്പയുടെ ജോലി കിട്ടണമെങ്കിൽ 18 വയസ്സാകണം. അതുവരെ ഞാൻ മിമിക്രി ചെയ്താണ് ജീവിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.